നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പ് അടുക്കുമ്പോൾ താരങ്ങൾ പരിക്കിൻ്റെ പിടിയിൽ പെട്ടുലയുന്നത് ആരാധകർക്ക് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. ഇതാ ഡാനി കർവാഹലിന് വീണ്ടും പരിക്കിൻ്റെ പ്രശ്നങ്ങൾ. പരിക്കേറ്റ് പുറത്തായിരുന്നു, മടങ്ങി വന്ന് അദ്ദേഹം വീണ്ടും കളി തുടരും എന്നൊക്കെ തോന്നിച്ച ഘട്ടത്തിലാണ് ഒരിക്കൽ കൂടി പരിക്കിൻ്റെ പ്രശ്നങ്ങളിലേക്ക് പോയിരിക്കുന്നത്. ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ റയൽ മാഡ്രിഡ് ഈ വിഷയത്തിൽ ഇറക്കിയിട്ടുണ്ട്. അതിൽ പറയുന്നത് ഡാനി കർവാഹലിൻ്റെ കാര്യത്തിൽ ഇന്ന് മെഡിക്കൽ ടെസ്റ്റ് നടത്തി. അതിൽ കണ്ടെത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന് വലത് കാൽപാദത്തിലെ 5ാമത്തെ വിരലിന് പൊട്ടലേറ്റിരിക്കുന്നു. ഹിസ് റിക്കവറി വിൽ ബി മോണിറ്റേർഡ് എന്നാണ് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഇപ്പോൾ റയൽ മാഡ്രിഡ് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ സ്പാനിഷ് മാധ്യമങ്ങൾ കൂടുതൽ വിവരങ്ങൾ നൽകുന്നുണ്ട്. അതനുസരിച്ച് 2 ആഴ്ചക്കാലം അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വരുമെന്നാണ് റിപ്പോർട്ട്. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് പ്രധാന മത്സരങ്ങളെല്ലാം നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് അദ്ദേഹത്തിന് ഉണ്ടാകാൻ പോകുന്നത്. ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള മത്സരങ്ങൾ എന്ന് പറഞ്ഞാൽ നാളെ റയൽ മാഡ്രിഡ് കളിക്കാൻ ഇറങ്ങുന്നുണ്ട്. നാളത്തെ മത്സരത്തിൽ അവരുടെ എതിരാളികൾ എസ്പാനിയോളാണ്. അത് കഴിഞ്ഞാൽ എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ചില പോരാട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ FC ബാഴ്സലോണയും റയൽ മാഡ്രിഡും തമ്മിലുള്ള പോരാട്ടം ഈ മാസം 11-ാം തീയതി നടക്കുന്നുണ്ട്. ആ കളിക്കും എന്തായാലും അദ്ദേഹം ഉണ്ടാവില്ല. അങ്ങനെ സുപ്രധാന മത്സരങ്ങൾ എന്ന് പറയാവുന്നത് അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ആരാധകരെ തീർച്ചയായിട്ടും ആശങ്കയിലാക്കുന്നത്. പിന്നെ അതിനുശേഷം റയൽ ഒവീഡോയുമായിട്ട് കളിയുണ്ട്. സെവിയ വേഴ്സസ് റയൽ മാഡ്രിഡ് മത്സരമുണ്ട്. ഏറ്റവും ഒടുവിൽ റയൽ മാഡ്രിഡ് വേഴ്സസ് അത്ലറ്റിക് ക്ലബ് ബിൽബാവോ പോരാട്ടവുമുണ്ട്. ഇങ്ങനെ അദ്ദേഹം 2 ആഴ്ച പുറത്തിരിക്കുകയാണെങ്കിൽ ഒരു കളി മാത്രമേ പിന്നെ സീസണിൽ ബാക്കിയുണ്ടാവൂ. അദ്ദേഹം തിരികെ എത്തുമ്പോൾ അദ്ദേഹത്തിനൊരു ഫെയർവെല്ല് പോലെ ആ മത്സരം നടക്കും എന്നതാണ് ഇപ്പോൾ മാർക്കടക്കമുള്ള മാധ്യമങ്ങൾ പറഞ്ഞത്. അദ്ദേഹം ഈ സീസണോട് കൂടി റയൽ മാഡ്രിഡ് വിട്ടു പോകാനുള്ള സാധ്യതയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മെയ് 25-ന് റയൽ മാഡ്രിഡും അത്ലറ്റിക് ക്ലബ് ബിൽബാവോയും തമ്മിൽ കളിക്കുന്ന കളിക്ക് അദ്ദേഹം ഫിറ്റായി മടങ്ങിയെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.